ഹായ് ഫ്രണ്ട്സ്, വർണ്ണപ്രപഞ്ചത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മാവേലിക്കര കാരാഴ്മയിലുള്ള ജെയിൻ്റെയും ഷൈനയുടെയും ഏതൻ ഫാമിലേക്കാണ്. 2 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഫാമിനുള്ളിൽ വ്യത്യസ്ത ഇനത്തിലുള്ള പക്ഷിമൃഗാദികളെയും ഫ്രൂട്ട്സ് പ്ലാന്റുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. വീടിൻ്റെ തിരുമുറ്റമൊക്കെ നല്ല പൂക്കളാൽ അലങ്കൃതമാക്കി വെച്ചേക്കുക. നല്ല ഗാർഡനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കടലാസ് ചെടിയാന്ന് തോന്നുന്നു. അലേന റോസയൊക്കെ ഉണ്ട്. എൻ്റെ ഈ കാണുന്നത് സീഡ്ലെസ് അമ്പഴമാണ്, അരിയില്ലാത്ത അമ്പഴമാണ്. ഇത് അച്ചാറിടാനൊക്കെ നല്ല അമ്പഴമാണ്. അത് നമ്മുടെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് ഇത് പിടിപ്പിച്ചാൽ നല്ലതായത്. നല്ല ഇനം അമ്പഴമാണ് ഇത്. ഇവിടെ നല്ല പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുക. നല്ല ഇനം പൂക്കളാണ്. ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല, ഏതൊക്കെ ഇനത്തിലുള്ളതെന്ന് അറിയത്തില്ല. എൻ്റെ ബോൾസും ഒക്കെ ഉണ്ട്. അല്ലേ ദിവ? നല്ല കാണാൻ രസമുണ്ടല്ലേ. ഇത് കടലാസ്, ഇത് വ്യത്യസ്ത ഇനം കടലാസ് ചെടിയാണ് അല്ലേ ദിവ? പല കളറിലുള്ളത്. അതുകൊണ്ട് റോസ് ഉണ്ട്, അതുകൊണ്ട് റെഡ് ഉണ്ട്, ഓറഞ്ച് നിറത്തിലുള്ളതുണ്ട്, വൈറ്റ് കളറുണ്ട്. ഈ കടലാസ് ചെടി തന്നെ വ്യത്യസ്ത ഇനത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് തന്നെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ വിലപിടിപ്പുള്ള മാംഗോസ്റ്റിൻ. അപ്പോൾ ഇത് എത്ര വയസ്സ് പ്രായമുള്ള മരമായത്? 40 വർഷത്തിന് മേളിൽ പ്രായമുള്ള മരമാണ്. എത്ര വർഷമായിട്ട് ഇതിൽ നിന്ന്? 8 വർഷമായിട്ട് അതിൻ്റെ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ജനുവരി മുതലാണ് അതിൻ്റെ വിളവല ഇത് പൂക്കാൻ തുടങ്ങുന്നത്. ജൂൺ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ജൂൺ തൊട്ട് എത്ര ടൈം വരെ? ജൂൺ ജൂലൈ മാസം. 2 മാസം വിലയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു കിലോ മാംഗോസ്റ്റിൻ? 150 രൂപയ്ക്ക്. 150 രൂപ. നമുക്കൊക്കെ ഈ പേര് കുറച്ച് അധിക നാളായിട്ട്, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 10 വർഷമായിട്ടൊക്കെ നമുക്ക് ഈ പേര് പരിചയമുണ്ട്. ഇത് ഇന്തോനേഷ്യൻ നിന്നുള്ള ആളാണ്. ഇത് ഭയങ്കര വിലപിടിപ്പുള്ള ഫ്രൂട്ടാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 LBക്കൊക്കെ ആകുമ്പോൾ $4.99 അല്ലെങ്കിൽ $5 ആവും. അപ്പോൾ ഈ ഫ്രൂട്ട്സിനെ പറ്റി പരിചയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ബ്രൗൺ കളറാണ് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ. പക്ഷേ ഇതിൻ്റെ അകം എന്ന് പറയുന്നത് നമ്മുടെ മീനൊക്കെ ഇടുന്ന പുളിയില്ലേ, അതിൻ്റെ അകത്തിലുള്ള ആ വെള്ളക്കാമ്പ് അതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല മധുരമാണ്. ഇത് കഴിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പൂക്കുന്നത്. ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ആകും. നമ്മുടെ നാട്ടിൽ ഏകദേശം 250-300 രൂപയൊക്കെ ആകും 1 കിലോയ്ക്ക്. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇത് വളരെ പോഷകസമൃദ്ധമാണെന്നാണ് പറയുന്നത്. കടുത്ത വേനൽ മാംഗോസ്റ്റിൻ മരങ്ങൾക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. പക്ഷേ നീരൊഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇത് നന്നായിട്ട് വളരും. അപ്പോൾ ഏകദേശം ഒരു 8-9 വർഷം എടുക്കും ഇതൊന്ന് വളർന്നൊരു വൃക്ഷമായിട്ട് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഫലങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ 8-9 വർഷം കാത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ മാംഗോസ്റ്റിൻ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ 1-2 മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെടി കാണുന്നത്. പലപ്പോഴും മാഗസീനിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കള്ളിച്ചെടിയുടെ ഒക്കെ ഒരു രൂപമൊക്കെ ഉണ്ട്. ഇതിന് മുള്ളൊക്കെ ഉണ്ട്. കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെന്താ, നമുക്ക് പലർക്കും ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊന്നും അറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലപിടിപ്പുള്ള ഫ്രൂട്ടാണ്. പിന്നെ ഇത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപയോഗിക്കും. പിന്നെ രക്തസമ്മർദ്ദത്തിന് ഇത് നല്ലതാണ്. പൊട്ടാസ്യം ഇതിൻ്റെ അകത്തിൽ കൂടുതലായത് കാരണം ഇത് ഒരുവിധപ്പെട്ട എല്ലാ പേഷ്യൻസിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മലേഷ്യയിൽ നിന്നൊക്കെയായിരുന്നു ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഭയങ്കര ഇങ്ങനെ പ്രശസ്തമായിട്ട് വരുന്നു. ഇത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് തന്നെ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഇല്ല. പക്ഷേ പാലിൻ്റെ അതിൽ അടിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കള്ളിമുള്ളിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനെ മധുരക്കള്ളി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകം വെളുത്ത നിറമാണ്. അതിനുള്ളിൽ കറുത്ത ചെറിയ ചെറിയ അരികളുണ്ട്. പിന്നെ ഇത് സാധാരണ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇത് പിങ്ക് നിറത്തിലുള്ള, ഇതിൻ്റെ പുറം ഭാഗം പിങ്ക് നിറത്തിലുള്ള കാണാൻ നമുക്ക് കിട്ടുന്നത്. പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ മഞ്ഞ കളറും ചുമന്ന കളറും ഒക്കെ ലഭ്യമാണ്. ഇത് നമ്മുടെ കരിമ്പ്. പക്ഷേ ഇത് നമ്മുടെ സാധാ കരിമ്പല്ല, നമുക്ക് പഞ്ചസാര കിട്ടുന്ന കരിമ്പൊന്നുമല്ല.
ഇത് ജ്യൂസ് അടിക്കാൻ പറ്റിയ കരിമ്പാ. ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിക്ക് അല്ല കരിമ്പിൻ്റെ തണ്ടിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ ഇത് വിളഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ജ്യൂസിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് ഇസ്രായേൽ ഓറഞ്ച് മരമാണ്. ഇതിൽ കുറച്ച് കായകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ട്. നമ്മുടെ ചെറുനാരങ്ങയെ പോലെ ഇതിന് മുള്ളുകളൊക്കെ ഉണ്ട്. കണ്ടാൽ നമുക്ക് ചെറുനാരങ്ങയാണെന്നേ തോന്നത്തുള്ളൂ, പക്ഷേ ഇതിൻ്റെ കളറൊക്കെ ഇച്ചിരി വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ് ഈ ഇസ്രായേൽ ഓറഞ്ച്. അതായത് കണ്ടോ, ഇതിൻ്റെ കായൊക്കെ വളരെ ചെറുതാണ്, നമ്മുടെ നാരങ്ങയുടെ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറംതൊലി എന്ന് പറയുന്ന ഓറഞ്ചിൻ്റെ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇത് നല്ലതാണ് ജ്യൂസ് അടിക്കാനൊക്കെ ആയി. ഇപ്പോൾ കണ്ടത് റംബുട്ടാനാണ്. അപ്പോൾ റംബുട്ടാനെ പറ്റി പറയേണ്ട പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് നമുക്ക് അപരിചിതമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് വളരെ സുപരിചിതമായ ഒരു പഴമാണ് റംബുട്ടാൻ. ഇത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ്. ഇത് പൂക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. അപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും റോസ് നെറ്റൊക്കെ ഇട്ട് ഇതിനെ കവർ ചെയ്ത് കുരങ്ങന്മാരിൽ നിന്നൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കാണാം. ഇതിനെ ചിലയിടങ്ങളിലൊക്കെ ഇതിനെ കുരങ്ങൻ പഴം എന്നാണ് പറയുന്നത്. നേരത്തെയൊക്കെ ഇതിന് ഒരു കിലോയ്ക്ക് ഏകദേശം 300-400 രൂപയൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 150-170 രൂപയ്ക്കുള്ളിൽ ഇത് വരും. അപ്പോൾ ഇതും കായ്ക്കാൻ ഇത് ബലം തരാൻ വേണ്ടിയിട്ട് കുറച്ചേറെ വർഷങ്ങൾ എടുക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ മരങ്ങളൊക്കെ വെട്ടി റംബുട്ടാൻ വെച്ച് പിടിപ്പിച്ച് അതൊരു ഭയങ്കര എന്താ പറയുക, നമുക്ക് പൈസയൊക്കെ ധാരാളം ലഭിക്കുന്ന ഒരു പഴമാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവർ കഴിക്കണം. ഇത് ഏകദേശം ലീച്ചിയോട് സാദൃശ്യമുള്ള പഴമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ലീച്ചി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ അതിനോട് തന്നെ ഏകദേശം അത് തന്നെയാണ് റംബുട്ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇന്ത്യൻ പിസ്തയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കാണുന്നത്. എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഉടമസ്ഥരോട് തന്നെ ചോദിക്കാം ഇതിനെപ്പറ്റിയുള്ള കാര്യം. ഇതിന് എത്ര വയസ്സ് അല്ലെങ്കിൽ എത്ര വർഷമായിട്ടുള്ള ട്രീ ആയത്? ഇത് ശരിക്കും ഒരു 8 വർഷം പഴക്കമുണ്ട്. ശരിക്കും ഇത് നമ്മൾ തൈ വെച്ച് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വിളവെടുപ്പ് തുടങ്ങും. നമ്മൾ ഒരു പഞ്ഞിക്ക പോലൊരു കായാണ്. അത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു 10-35 പരിപ്പ് അതിനകത്ത് കാണും. അത് ഉണക്കി നമ്മൾ നമ്മുടെ തൊലി കളഞ്ഞ് നട്ട്സ് കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളോ ഒന്നും ആവശ്യമില്ല. ഏത് കാലാവസ്ഥയിലും ഇത് കായ്ക്കും. പക്ഷേ ഒരു വർഷത്തിൽ ഇത് എത്ര പ്രാവശ്യം കായ്ക്കും? ഇത് നമ്മൾ തൈ വെച്ച് കഴിഞ്ഞ് ഏതാണ്ട് 3 വർഷം കൊണ്ട് ഇത് കായ്ഫലമായി. പക്ഷെ നിറയെ ഇത് കായ്ച്ച് കാണുന്നു. ഒക്ടോബർ മാസങ്ങളിലാണ് ശരിക്കും ഇത് ഫലങ്ങൾ ഇതിനകത്ത് കാണാറുള്ളത്. ഇപ്പോൾ എത്ര വർഷമായിട്ട് ഇതിനെ കായ എടുക്കുന്നത്? നമ്മളൊരു 8 വർഷം പഴക്കമുള്ള പ്ലാന്റാണിത്. പക്ഷേ നമ്മൾ എല്ലാ വർഷവും നന്നായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഫലങ്ങൾ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിചരണങ്ങളോ ഒന്നും ആവശ്യമില്ല, വളങ്ങളോ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ ഇത് കായ്ച്ച് കാണും. ഇതിൻ്റെ വിപണന രീതികളൊക്കെ എങ്ങനെയാണ്? ഇത് ശരിക്കും എനിക്കൊരു അഗ്രികൾച്ചർ ഫാമുണ്ട്. ഇത് ശരിക്കും നമുക്കൊരു 10 കിലോ പരിപ്പോളം ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഈ അഗ്രികൾച്ചർ നേഴ്സറി നമുക്കുള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ അരി കിളിപ്പിച്ച് അതിൻ്റെ തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വിൽക്കുകയാണ്. അതിനകത്താണ് നമ്മൾ അതിനകത്തൊരു വിപണനം എന്നുള്ള രീതി കാണുന്നത്. നമ്മളിതുവരെ അതിൻ്റെ പരിപ്പുകൾ വിറ്റിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്? ഇത് ശരിക്കും ഇതിൻ്റെ പരിപ്പെടുത്ത് ഉണങ്ങി നമുക്കൊരു ബദാം കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നിങ്ങളിത് കണ്ടു കാണും. ഹൈബ്രിഡ് ചാമ്പയെന്നും ഇത് അറിയപ്പെടും. പക്ഷെ നല്ല ബ്രൗൺ കളറാണ് ഇതിൻ്റെ കളറ്. നമുക്കൊരു ആപ്പിൾ തിന്നുന്ന ടേസ്റ്റോടെ ഇത് കഴിക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ആർക്കും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് ശരിക്കും ഇതിൻ്റെ കാലാവധി നമുക്കൊരു 3 വർഷത്തിനുള്ളിൽ നന്നായിട്ട് ഇത് കായ്പ്പിച്ചെടുക്കുക. ഒരു 2 അടി താഴ്ച, ഒരു 1.5-2 അടി താഴ്ചയിൽ കുഴിയെടുത്ത് ശരിക്കും ചാണകപ്പൊടിയും വേപ്പ് പിണ്ണാക്കൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ അത് പ്ലാന്റ് ചെയ്താൽ ശരിക്കും ഒരു 3 വർഷത്തിനുള്ളിൽ നന്നായിട്ടത് കായ്ഫലം കിട്ടും. ഇത് സീഡ്ലെസ് ആണ്. സാധാരണ ചാമ്പയിൽ നിന്നും നല്ല വലിപ്പം ഉള്ളതാണ്. ഒരു പറങ്കാപ്പഴത്തിൻ്റെ ഷേപ്പാണിത്. നമ്മളിപ്പോൾ കണ്ടത് ബെങ്ങനപ്പള്ളി മാങ്ങയാണ്.
ഇതുപോലെ വ്യത്യസ്ത ഇനത്തിലുള്ള പല ഇനം മാങ്ങകൾ ഇവിടെയുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇത് ശരിക്കും ബെങ്ങനപ്പള്ളി എന്ന ഇനത്തിൽപ്പെട്ട മാവാണ്. ഇത് ശരിക്കും നമ്മളൊരു 3 വർഷം കൊണ്ട് നന്നായിട്ടത് കായ്പ്പിച്ചെടുക്കാം. ഇതിന് പരിപ്പ് വളരെ കുറവാണ്, നല്ല റെഡ് കളറാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇതുപോലെ തന്നെ പല ഇനത്തിലുള്ള മാവുകൾ ഇവിടെ ഉണ്ട്. ക്രീപ്പർ മാവുകളുണ്ട്, പിന്നെ തായ്ലൻഡ് മാവുണ്ട്. ഒരു 6-7 വെറൈറ്റി മാവുകൾ നമ്മളിവിടെ കായ്ക്കുന്നുണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, ഫാം എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമ്മളിവിടെ കൊണ്ടുവച്ച് പിടിപ്പിച്ച് നമ്മളത് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്തെടുത്താണ്. എപ്പോഴാണ് ഈ മാവുകൾ പൂക്കുന്നത്? സാധാരണ മാവുകളെ പോലെ ജനുവരി മാസത്തിൽ പൂക്കുകയും 3-4 മാസം കൊണ്ട് വിളവെടുക്കുകയും ചെയ്യുന്ന മാവാണ്. ഇതിന് സാധാരണ മാവുകളെ പോലെ ഇങ്ങനെ പുഴുവിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുഴുവിൻ്റെ പ്രശ്നം വരാതിരിക്കാം നമ്മൾ മാവ് പൂവിടുമ്പോൾ പുകയ്ക്കുന്ന നല്ലതാണ് വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഇത് സാധാരണ വിപണിയിൽ കിട്ടുന്ന മാങ്ങയാണോ അതോ നമ്മുടെ ഇത് നമ്മൾ ഹൈബ്രിഡ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണോ? ഇത് ബഡ് ചെയ്ത് വരുന്ന മാവാണ്. സാധാരണ വിപണികളിൽ ഇത് ലഭ്യമാണ്. വടക്കേ ഇന്ത്യയിലൊക്കെയാണ് ഇത് കൂടുതൽ ലഭ്യമാകുന്നത്. സീഡ് കുറവാണ്, നല്ല റെഡ് കളറും ഒക്കെ നല്ല മധുരവുമാണ്. ഇതിന് ഏകദേശം എത്ര വില കിട്ടുമായിരിക്കും? ഇതിന് 150-200 രൂപ വിലയുണ്ട്. ഇത് നൈജീരിയൻ പൈനാപ്പിളാണ്. എൻ്റെ ജ്യേഷ്ഠൻ നൈജീരിയയിലുണ്ടായിരുന്നു. അപ്പോൾ നൈജീരിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിൻ്റെ തൈകൾ കൊണ്ടുവന്ന് പിടിപ്പിച്ച് എടുത്തതാണ്. നമ്മൾ നാട്ടിലുള്ള പൈനാപ്പിളിൽ നിന്നും ഇത് തിരിച്ചറിയുന്നത് ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൈനാപ്പിളിൻ്റെ ഈ ഓലയുടെ നടുക്കൂടൊരു ചുമന്ന ലെയറുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല വൈറ്റാണ് ഇതിൻ്റെ കളറ്, തേൻ മധുരമാണ്. ഇതേത് കാലാവസ്ഥയിലും ഇത് കായ്ക്കും. ഇതിന് ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മുതൽ 2 കിലോ വരെ ഇതിന് തൂക്കം വരും. നമുക്ക് മറ്റുള്ള പൈനാപ്പിൾ നടുന്നതുപോലെ തന്നെ ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇത് മിറക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ ഏത് പുളിയുള്ള ഫ്രൂട്ട് അല്ല എന്ത് പുളി വർഗ്ഗങ്ങൾ എന്ത് നമ്മൾ കഴിച്ചാലും മധുരം നമുക്ക് അനുഭവപ്പെടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. മിക്ക സമയങ്ങളിലും നമുക്ക് കായ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിൻ്റെ അരിയിട്ട് നമുക്ക് അതിൻ്റെ തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് തൈ അവൈലബിളാണ്. ഇത് മലേഷ്യൻ കുള്ളൻ എന്ന ഇനത്തിൽപ്പെട്ട തെങ്ങും തൈയാണ്. ഇത് നമ്മൾ വെച്ചിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി. ഇത് 3 വർഷം കൊണ്ട് നന്നായിട്ട് കായ്ക്കും. ഇതിൻ്റെ നടീൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കുഴിയെടുത്ത് ഏതാണ്ട് ഒരടിക്ക് സംതിങ് ഒരടിക്ക് വളമിടണം. അതായത് ചകിരിച്ചോറ്, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി അതുപോലുള്ള സംഭവങ്ങൾ മിക്സ് ചെയ്ത്, ചരൽ സഹിതം മിക്സ് ചെയ്ത് 2 കുഴിയെടുത്ത് ഇത് നടണം. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഇനം തെങ്ങാണോ? തീർച്ചയായും. പിന്നെ ഇതിൻ്റെ വീട്ടിൽ നമുക്ക് അരയ്ക്കാനും വെളിച്ചെണ്ണ എടുക്കാനും അതുപോലെ ഇളനീരിനും വളരെ അനുയോജ്യമാണ് ഈ തെങ്ങ്. നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. നല്ല ഈൽഡ് കിട്ടുന്ന ഇതാണ്. ഇത് കുറ്റിക്കുരുമുളക്. ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. അധികം വെയിലില്ലാത്ത പ്രദേശങ്ങളിൽ തണലത്ത് നന്നായി ഇത് വളരും. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഇതൊരു 2-3 മൂട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം ഒന്ന് മീൻ പറക്കണമെങ്കിലോ ഒക്കെ എപ്പോഴും സീസൺ ഇല്ലാതെ ഇത് കുരുമുളക് കാണും. ഫ്ലാറ്റുകളിൽ പ്രത്യേകിച്ച് അധികം വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇത് നന്നായിട്ട് ഉൽപ്പാദിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇത് വളരെ പ്രയോജനപ്രദമാണ്. ഒരു 3-4 മൂട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പ്രത്യേകിച്ച് നടുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പൊട്ടിയ ഡ്രമ്മുകളോ വലിയ ചട്ടികളിലോ ചകിരിച്ചോറ്, വേപ്പൻ പിണ്ണാക്ക് അതുപോലെ മിശ്രിതങ്ങൾ തയ്യാറാക്കി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു 3-4 മാസം കൊണ്ട് അത് തിരിയിട്ട് തുടങ്ങും. ഇത് ഇസ്രായേൽ ഇഞ്ചി. ഇത് സാധാരണ ഇഞ്ചിയുടെ അതേ വലിപ്പം തന്നെയാണ്. മറ്റുള്ള ഇഞ്ചി നമ്മുടെ നാട്ടിൽ നമുക്ക് സുലഭമായി കിട്ടുന്ന ഇഞ്ചിയുടെ സെയിം ഇലയും ഒക്കെ അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേങ്കിൽ ഇത് ഇഞ്ചിക്ക് വലിപ്പം കൂടുതലാണ്. നമുക്ക് വീട്ടിൽ കറിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ടേസ്റ്റ് വ്യത്യാസമൊന്നും കാണുന്നില്ല. സാധാരണ ഒരു മൂട്ടിൽ നിന്ന് ഗ്രോ ബാഗിലൊക്കെ നമ്മൾ നട്ടാൽ ഒരു മൂട്ടിൽ നിന്നൊരു ആവറേജ് ഒരു 4 കിലോ 5 കിലോ ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇത് തായ്ലൻഡ് മാവ്. ഇതൊരു 2.5-3 വർഷം കൊണ്ട് ഇത് നന്നായിട്ട് കായ്ക്കും. അധികം സ്ഥലമില്ലാത്തവർക്കൊക്കെ
വീടിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പടർന്ന് പന്തലിച്ച് ഒരു 10 അടി താഴ്ച നന്നായിട്ട് ഇത് പടർന്ന് പന്തലിച്ച് കിടക്കും. നല്ല ടേസ്റ്റാണ്. ഇതിന് മാങ്ങാണ്ടി വളരെ കുറവാണ്, നല്ല റെഡ് കളറാണ്, വളരെ ടേസ്റ്റിയാണ് ഈ മാവ്. ഇത് കാവേരി ഇനത്തിൽപ്പെട്ട വാഴക്കുലയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് ഷുഗറുകാർക്ക് പ്രത്യേകിച്ച് വളരെ നല്ലതാണ്. ഇത് നെല്ല്. ഇതിനെ പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ദിവസത്തിൽ 2-3 പ്രാവശ്യം മലയാളികൾ കഴിക്കുന്ന ഒരു ഫുഡാണ്. പക്ഷേ ഇതിൻ്റെ പേര് കരനെല്ലെന്നാണ്. കാരണം ഇത് കരയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് നെൽപ്പാടങ്ങളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് കൂടുതൽ ആളുകളും ഫ്ലാറ്റുകളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് സ്ഥലപരിമിതിയുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പരിഹാരമാണ് ഇത്. കാരണം അധികം സ്ഥലം വേണ്ടി വരില്ല. സാധാരണ നെല്ലിന് അല്ലെങ്കിൽ നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ കുറേയേറെ സംരക്ഷണം അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടതായിട്ടൊക്കെ വരും. കുറേ സമയപരിധിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു ഉപാധിയാണ്. നോക്കൂ, ഇത്രയും സ്ഥലത്താണ് ഈ നെല്ല് കൃഷി ചെയ്തിരിക്കുന്നത്. ഏകദേശം 3-4 മാസമായ നെൽവിളയാണിത്. അപ്പോൾ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ നെല്ല് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് ഒരുവിധപ്പെട്ട ക്യാൻസർ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ രോഗത്തിൽ നിന്നും നമ്മൾ സ്വയം കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് ഒരു പരിഹാരമാകും. അപ്പോൾ ഏദൻ ഗാർഡനിലൂടെ അവരത് തെളിയിച്ചിരിക്കുകയാണ് നമുക്ക് ഈ നെല്ല് കരയിലും കൃഷി ചെയ്യാമെന്നുള്ളത്. ഒരു പക്ഷേ ഇതെല്ലാവർക്കും അറിയുമായിരിക്കാം. ഇത് മുള്ളാത്ത എന്ന് പറയപ്പെടും. ഇത് മാർക്കറ്റിൽ കിട്ടും. ഇത് ക്യാൻസറിന് മുള്ളാത്ത ചക്കയും മുള്ളാത്തയുടെ ഇലയും ക്യാൻസറിന് ഒരുപോലെ ഔഷധപ്രദമാണ്. ഇത് സപ്പോർട്ട. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ചിക്കു എന്നും പറയും. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് സപ്പോർട്ടയാണ്. നമുക്കൊരു 3 വർഷം കൊണ്ട് നന്നായിട്ടിത് കായ്ക്കും. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. അധികം ഹൈറ്റില്ല, ഒരു 10 അടിയിൽ താഴെ നന്നായിട്ട് പടർന്ന് പന്തലിച്ച് ഇത് വളരും. ചെറിയൊരു സംരംഭമുണ്ട്. ഞാനിതിനു മുമ്പ് പ്ലാന്റ്സുകളെക്കുറിച്ചൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ പരിചയപ്പെടുത്തിയ പ്ലാന്റ്സുകളൊക്കെ ഇവിടെ അവൈലബിളാണ്. താല്പര്യമുള്ളവർ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഞാൻ തരുന്നതായിരിക്കും. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിനെ പ്ലാന്റ്സിനെ കുറിച്ചും ഇത് നടുന്ന നടീൽ രീതികളെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ വളർന്നു വരുന്ന യുവ തലമുറകൾക്ക് വളരെ താല്പര്യമാണ് ഈ കൃഷിയും കൃഷി രീതികളുമൊക്കെ. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും തരാം. മാവേലിക്കര മാന്നാർ റൂട്ടിൽ കല്ലുമൂട് ജംഗ്ഷന് സമീപം ഏദൻ ഗാർഡൻ എന്ന പേരുള്ള ഒരു നഴ്സറി എനിക്കുണ്ട്. ഈ നഴ്സറിയിൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ, മറ്റുള്ള ഫ്ലവർ പ്ലാന്റ്സുകൾ, ഓർക്കിഡ്സ്, അതുപോലെ വിവിധ ഇനം ഫ്ലവർ പ്ലാന്റ്സുകൾ ഇവിടെ ലഭ്യമാണ്. ഇതോടൊപ്പം തന്നെ വീടുകൾക്ക് അനുയോജ്യമായ വിധത്തിൽ വീടുകൾ നമ്മൾ സന്ദർശിച്ച് അവിടെ വന്ന് കണ്ട് നമ്മൾ ഗാർഡൻ നന്നായ രീതിയിലത് സെറ്റ് ചെയ്ത് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സുകളും ചെടികളും ബൊഗൈൻവില്ലകളും പ്ലാന്റ്സ് സഹിതം വെച്ച് നമ്മളത് നല്ല വൃത്തിയായിട്ടത് സെറ്റ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചു, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. അത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പ്രസ്ഥാനം വാനോളം ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ്